അമിത്ഷാ കൊലക്കേസ് പ്രതിയാണെന്ന പരാമർശത്തിലെ അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളി. ജാർഖണ്ഡ് ഹൈക്കോടതിയുടേതാണ് നടപടി. വിചാരണ കോടതി നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി കോടതിയെ സമീപിച്ചത്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നോബിൾ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് എതിരെ അപകീർത്തി കേസ് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹർജി പരിഗണിക്കണം, ഈ ഹർജി തള്ളണം എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. ഈ ആവശ്യമാണ് ഇപ്പോൾ എന്താണെങ്കിലും കോടതി നിരാകരിച്ചിരിക്കുന്നത്. കേസ് പ്രദർശിച്ച് നിൽക്കും എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ തള്ളാത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതായത് മുൻകാലത്ത് BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ കൊലക്കേസ് പ്രതി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഉണ്ടായത്. 2018 തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ പരാമർശം വന്നത്. ഇതിനെതിരെയാണ് BJP നേതാവായ നവീൻ ഝാ പരാതി നൽകിയത്. അതിൽ നിലവിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ തള്ളണം എന്ന ആവശ്യം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. സമാനമായ കേസ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയാണ്, അതായത് ഉത്തർപ്രദേശിൽ സുൽത്താൻപൂർ കോടതിയിൽ MP MLA കോടതിയാണ്, അവിടെ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് ജാമ്യം നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു കേസ് ഇവിടെ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ ജാർഖണ്ഡ് ഹൈക്കോടതി തയ്യാറായില്ല. അതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ അതായത് ഈ ഹർജി തള്ളണം എന്ന ആവശ്യം തള്ളിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എന്താണെങ്കിലും ജാർഖണ്ഡ് ഹൈക്കോടതി എത്തിയത്. അതായത് രാഹുൽ ഗാന്ധി ഈ കേസിൽ ജാർഖണ്ഡ് കോടതിയിലും വിചാരണ നേരിടേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ BJP നേതാക്കൾ തന്നെയാണ് ഇതിൽ സുൽത്താൻപൂർ കോടതിയിലും ഉൾപ്പെടെ പരാതി നൽകിയത്. അത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ജാർഖണ്ഡിലും BJP നേതാവ് നവീൻ ഝാ ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ കേസിന് കോടതിയിൽ തുടരും എന്നാണ് നമുക്ക് നിലവിലത്തെ ഹൈക്കോടതി വിധിയോടെ മനസ്സിലാവുന്നത്. വിചാരണ കോടതി നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്.